ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കൾ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ 3.4 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 വീഡിയോസ് ഇത് കാണാതെ നിർബന്ധമായിട്ട് കാണാം. ഓക്കെ, എക്സാം ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസ്, നല്ല ലെവൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ബോർഡ് എക്സാമും എൻട്രൻസും. ഓക്കെ, നമുക്ക് ടൈം കളയേണ്ട. എന്താണ് ആ ക്വസ്റ്റ്യൻ? എ നെഗ്ലിജിബിളി സ്മോൾ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ വയർ of length 15 meter and uniform cross section 6 into 10 raised to minus 7 meter square, and its resistance is measured to be 5 ohm. What is the resistivity of the material at the temperature of the experiment എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റിവിറ്റി, നമ്മൾ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ വരുന്നൊരു ഭാഗമില്ലേ. ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ് പറയുമ്പോൾ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റിനെ ആഡ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ടേ തോന്നുള്ളൂ. ഡയറക്റ്റ് ആയി പോയിട്ടോ. തൊട്ടുമ്പത്ത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവസാനം വരെ കാണാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കി കേട്ടോ. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പോലെ നമുക്ക് ഗിവൺ ദാറ്റ് ഒന്ന് ചെയ്തേക്കാം. ഗിവൺ ദാറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ടോ? എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ലെങ്ത്ത് തന്നിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് എത്ര മീറ്റർ ആയിരുന്നു? 15 അല്ലേ, 15 മീറ്റർ ആയിരുന്നു ലെങ്ത്ത്. പിന്നെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു 6 into 10 raised to minus 7 meter square. മക്കൾ എപ്പോഴും പറയുന്നത് നോട്ട് ചെയ്ത് നോക്കട്ടെ. പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് മെല്ലെ മെല്ലെ ഫോളോ അപ്പ് ചെയ്ത് വന്നാൽ അവസാനം ഷുവർലി നിങ്ങൾക്ക് ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതെന്നെ ഫോളോ അപ്പ് ചെയ്യും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ohm ആയിരുന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? റെസിസ്റ്റിവിറ്റി ചോദിച്ചു അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ എന്ത് ടഫ് എന്നാണ് വിളിക്കേണ്ടത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം ഒന്നുമില്ല. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കണക്ട് ചെയ്യുന്ന ആ ഇക്വേഷൻ അറിഞ്ഞിരുന്ന തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലത്തിന്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റെസിസ്റ്റിവിറ്റി ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെൻറ്റ് എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇക്വേഷൻ? റോ ഇസ് ഈക്വൽ ടു, നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയാം. കുറേ കൂടി ചിലപ്പോൾ ഡൗട്ട് വരും. ആർ ഇസ് ഈക്വൽ ടു ആരാ? റോ എൽ ഡിവൈഡഡ് ബൈ എ അല്ലേ. റോ എൽ ബൈ എ. ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് റോ? റോൻ്റെ ഇക്വേഷൻ എന്താവുന്നത്? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ഇങ്ങോട്ട് എടുക്കാം, എൽ താഴേക്ക് എടുക്കാം. അങ്ങനെയാണ് റോ ഇസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ആർ എ ബൈ എൽ വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ പറയടോ. എത്രയാണ് വരും? ആർ എത്രയാടാ? 5 അല്ലേ. എ എത്രയുണ്ട്? ഏര് എത്രയുണ്ട്? 6 ഇൻറ്റു, ഒരു മിനിറ്റ്, ഓക്കെ, ഏര് എത്ര? 6 ഇൻറ്റു ഓർമ്മിക്കണോടാ. 5ഉം 6ഉം പിന്നെ 10 raised to 15 അല്ലേ. ഓക്കെ, റോ ഇസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ റെസിസ്റ്റൻസ് അല്ല റേഡിയസ് ആണല്ലോ അത്. സോറി, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റെസിസ്റ്റൻസ് 5 ohm ആയിരുന്നു. പിന്നെ ഏരിയ എത്രയായിരുന്നു? 6 ഇൻറ്റു 10 raised to minus 7. നിങ്ങൾ ആദ്യത്തെ ഗിവൺ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്പേസ് ഒന്ന് സെറ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് എത്രയായിരുന്നു? 15 സെൻറ്റിമീറ്റർ അല്ല, 15 മീറ്റർ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഈ 5ഉം 15ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. ഈ 6ഉം 3ഉം കട്ട് ചെയ്താൽ മുകളിൽ ഒരു 2 വരും. ആൻസർ ആയില്ലേ. അങ്ങനെയാണ് ആൻസർ ഇസ് ഈക്വൽ ടു 3. റോ ആൻസർ റോ ഇസ് ഈക്വൽ ടു 2 അല്ലേ. 2 ഉണ്ട്. പിന്നെ മുകളിൽ ഒരു പവർ 10 raised to minus 7 ഉണ്ട്. യൂണിറ്റും കൂടി എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കണം മക്കളെ. യൂണിറ്റ് ഓം മീറ്റർ സംഭവം സെറ്റ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആൻസർ വരിക 2 × 10 raised to minus 7 ohm മീറ്റർ ആണ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഓഫ് കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതിൽ ടെമ്പറേച്ചറൊക്കെ വരുമ്പോൾ ചെറുങ്ങനൊന്നും ടഫാകും. ഒന്നും വലിയ ടഫൊന്നും അല്ല, ചെറിയൊരു ടഫ്നെസ് ഒക്കെ വരാം. അപ്പോൾ റെസിസ്റ്റിവിറ്റീൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നു. റോ ഇസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് അവർ ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 3.4. പണ്ടൊക്കെ 3.6 ആണ്. കാരണം എന്താ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രയേ ഉള്ളൂ. അതൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ട്രാക്കിലേക്ക് കയറാൻ പറ്റും മക്കളെ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.